ക്രിസ്തു യേശുവയുടെ നാമത്തിൽ എലൈറ്റ്സ് ദ ഡീകോഡേഴ്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്നാൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ആദിയിൽ എന്ന പ്രയോഗം കൊണ്ട് ആദമിനു വേണ്ടി സൃഷ്ടിച്ച ഒരു ഭൂമി എന്നുള്ളതാണോ, അതോ ആദിയിൽ എന്ന് തുടങ്ങുന്ന വാക്യം മുതൽ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് വരെ ഒരു കാലയളവിൻ്റെ വ്യത്യാസമുണ്ടോ? അതാണ് സത്യം. ഇന്നുവരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മതപുരോഹിതന്മാർ, പാസ്റ്റേഴ്സ്, പണ്ഡിതന്മാർ ഇവരെല്ലാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് യെശയ്യാ പ്രവാചകന്റെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതെ, യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത് ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനും ഇല്ല. ഇവിടെ നമ്മൾ വ്യക്തമായി വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയെ നിർമ്മിക്കുന്ന ദൈവം പാർപ്പിനായിട്ട് തന്നെയാണ് ആ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ, ആ ദിവസങ്ങളൊക്കെ വേർതിരിക്കുന്നതിന് മുൻപേ ഈ ഭൂമിയിൽ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നിരിക്കണം. പ്രീ ആഡമിക്കായിട്ടുള്ള ഒരു പാർപ്പ് ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. എന്താണ് ഈ വാക്യങ്ങളെക്കുറിച്ച് മതപുരോഹിതന്മാർ അഥവാ നമ്മുടെ പാസ്റ്റേഴ്സ്, നമ്മുടെ സ്കോളേഴ്സ് ഇവരൊക്കെ പറയുന്നത്? അവരുടെ പഠിപ്പിക്കലുകൾ എങ്ങനെ നിൽക്കുന്നു? പ്രീ ആഡമിക്കിനെ കുറിച്ച് അവരെന്താണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? അതെ, ദൈവം അതിനെ സൃഷ്ടിച്ചുണ്ടാക്കുന്ന നാളിൽ അതിനെ വൃഥാവായി സൃഷ്ടിക്കുന്ന ഒരു ദൈവമല്ല. എന്നിരുന്നാലും ആ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിൽ അഥവാ ആ ഭൂമിയിലാക്കി വെച്ചിരുന്ന ആ നിവാസികൾ ആരായിരുന്നുവോ അവർക്ക് നിലനിൽക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം അപ്ഗ്രേഡ് ചെയ്ത് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാക്കുന്നു. അതാണ് ആദം. ആ ആദമിക് ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ആദമിൻ്റെ വംശ പാരമ്പര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ആ ആദമിനും തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ ആ ഉദ്ദേശത്തിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. ബൈബിളിന്റെ മൂലഭാഷകൾ എടുത്തു നോക്കിയാൽ ഈ വ്യത്യാസങ്ങൾ നമുക്ക് കൃത്യമായി കാണുവാൻ കഴിയും. അതെ, 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാം വാക്യത്തിൽ അത് പാഴായും ശൂന്യമായും തീർന്നു. പാർപ്പിനായിട്ട് ദൈവം നിർമ്മിച്ച ഭൂമിയെ ദൈവം ശൂന്യമാക്കി. അവിടെ ആദമിനെ ആക്കി വെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ആ സത്യങ്ങൾ കണ്ടെത്താം, വീരനാം ദൈവത്തെ ഒരുമിച്ചുയർത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് സത്യങ്ങൾ കണ്ടെത്താം.